നിയമസഭയിൽ പരാജയപ്പെട്ട പ്രതിപക്ഷം ഈ സമ്മേളന കാലയളവിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന 6 അടിയന്തര പ്രമേയങ്ങളിൽ 4 സർക്കാർ ചർച്ചയ്ക്കെടുത്തത് പ്രതിപക്ഷത്തെ വെട്ടിലാക്കി. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ പേരിൽ സഭ പ്രക്ഷുബ്ധമാക്കിയ പ്രതിപക്ഷത്തിന്റെ കള്ളക്കളി പുറത്തായതും ചെറിയ തിരിച്ചടിയല്ല പ്രതിപക്ഷത്തിന് സമ്മാനിച്ചത്. 15ാം കേരള നിയമസഭയുടെ 15ാം സമ്മേളനം ഇതുവരെയായി ചേർന്നത് 7 ദിവസം. 6 ദിവസവും പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ഇതിൽ 4 ദിവസവും സർക്കാർ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തു. അടിയന്തര പ്രമേയത്തിലൂടെ നിയമസഭ കയ്യിലെടുക്കുന്നത് പ്രതിപക്ഷമാണെന്നിരിക്കെ ഇവിടെ 4 ദിവസവും വലിയ തിരിച്ചടിയാണ് അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തതിലൂടെ പ്രതിപക്ഷത്തിനുണ്ടായത്. ഓരോ വിഷയത്തിലും സർക്കാരിന് പറയാനുള്ള വേദി ഒരുക്കി നൽകുന്ന സ്ഥിതി കൂടിയാണ് പ്രതിപക്ഷ നിലപാട് സൃഷ്ടിച്ചത്. രാഹുൽ ഗാന്ധിക്കെതിരെ BJP നേതാവ് കൊലവിളി പരാമർശം നടത്തിയ വിഷയം സഭയിൽ ഉയർത്തി സഭ പ്രക്ഷുബ്ധമാക്കാനായിരുന്നു പ്രതിപക്ഷ നീക്കം. ഒരു ഭാഗത്ത് സഭ പ്രക്ഷുബ്ധമായെങ്കിലും പ്രതിപക്ഷത്തിന്റെ കള്ളക്കളി വെളിച്ചത്താങ്ങുന്നതിന് കൂടിയാണ് സഭ സാക്ഷ്യം വഹിച്ചത്. ഈ മാസം 26-നായിരുന്നു ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്കെതിരായ ഭീഷണി BJP നേതാവ് ഉയർത്തിയത്. എന്നാൽ 29-ാം തീയതി വരെയും അതിൽ ഒരു പ്രതിഷേധ പ്രകടനം പോലും നടത്താത്ത കോൺഗ്രസിന്റെ വസ്തുത ഭരണപക്ഷ മന്ത്രിമാർ തന്നെ പുറത്തു കൊണ്ടുവന്നു. 26-ാം തീയതി ടെലിവിഷൻ ചർച്ചയിൽ മടമ്പെട്ട് 27-ാം തീയതി 28-ാം തീയതി 29-ാം തീയതി കേരളത്തിന്റെ ഒരു തെരുവിൽ പോലും ഒരു ചെറിയ പ്രകടനം പോലും നടത്താതിരിക്കുന്ന ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വരുന്നത് എത്രമാത്രം പ്രതിഷേധാർഹമാണ് എന്ന് കാണേണ്ടതുണ്ട്. ഉടൻ തന്നെ പരാതിക്കാരനെ ബന്ധപ്പെട്ടു. പക്ഷേ പരാതിക്കാരൻ്റെ മറുപടി ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനുള്ള മനോവിഷമത്തിൽ പരാതി തന്നതാണ്. തുടർ നടപടികൾക്കൊന്നും താല്പര്യമില്ല എന്നാണ് അറിയിച്ചത്. സഭാ സമ്മേളനം ചേർന്ന ആദ്യ ആഴ്ചയിൽ 2 പ്രതിപക്ഷ MLA-മാർ സഭാ കവാടത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരുന്നു. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം സഭ ചേർന്നപ്പോൾ ഇതേക്കുറിച്ച് പ്രതിപക്ഷത്തിന് മിണ്ടാട്ടം പോലുമില്ല. ചുരുക്കത്തിൽ സഭാ സമ്മേളന കാലയളവ് പ്രതിപക്ഷത്തിന് തിരിച്ചടിയുടെ ദിവസങ്ങളാണ് സമ്മാനിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.